ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പിലെ 178 വീടുകളുടെ താക്കോൽദാനവും പട്ടയദാനവും നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വളരെയേറെ സൗകര്യങ്ങളുള്ള വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഈ വീടിൻ്റെ ഉൾവശവും സൗകര്യങ്ങളുമൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു കൊടുത്ത ടൗൺഷിപ്പിന് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ടൗൺഷിപ്പിൽ ഏതാണ്ട് 178ഓളം വീടുകളാണ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് നൽകുക. നാളെ 11 മണിക്ക് താക്കോൽദാനവും ഒപ്പം ഇവർക്കുള്ള പട്ടയ വിതരണവും നടക്കും. എന്തായാലും 178ഓളം മനോഹരമായ വീടുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു വീടിന്റെ മുന്നിലാണ്. പക്ഷേ ഈ വീടിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ ഉള്ളത്. വളരെ വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ്. ഏതാണ്ട് ഒരു 4-5 കസേരകളൊക്കെ ഇടാനുള്ള സൗകര്യം ഈ സിറ്റ് ഔട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ അതിന് മുന്നിലായിട്ട് തന്നെ പൂച്ചട്ടികളൊക്കെ വെക്കുന്നതിന് വേണ്ടി ഒരു സ്പേസ് മാറ്റിയിട്ടുണ്ട്. അവിടെ പൂച്ചട്ടികളോ അല്ലെങ്കിൽ പൂ വെച്ച് പിടിപ്പിക്കുക അതിനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഈ സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് ഒരു ഹാളിലേക്കാണ്. ഈ ഹാള് ഡൈനിങ് ഹാളായിട്ടോ അല്ലെങ്കിൽ ലിവിംഗ് ഹാളായിട്ടോ വേർതിരിച്ചിട്ടില്ല. രണ്ടിനും കൂടി ആയിട്ട് ഒരു വലിയ ഹാളാണ്. അത്രയും വിസ്താരമുണ്ട്. കാരണം സോഫ സെറ്റ് ഇടാം, അതുപോലെ തന്നെ കസേരകൾ ഇടാം, ഇനി ഫർണിച്ചറുകൾ വേണമെങ്കിൽ ഇടാം. അത്രയ്ക്കും വിശാലമായ ഒരു ഹാളാണ് ഈ ഒരു സജ്ജീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഒരു സ്റ്റഡി റൂം, അതായത് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി എന്നുള്ള ഒരു സൗകര്യത്തിലാണ് ഒരു സ്റ്റഡി റൂം ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൽ സ്വിച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കമ്പ്യൂട്ടർ ഒക്കെ വെക്കണമെങ്കിലൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇനി അഥവാ കുട്ടികളൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ എന്തെങ്കിലും അലമാരകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ അത്രയും വിശാലമായ ഒരു സ്റ്റഡി റൂം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കിടക്കുന്നത് പ്രത്യേകം മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ്. കാരണം വലിയൊരു കട്ടിലോ അതുപോലെ തന്നെ അലമാരയും ഒക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു വലിയ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതില് യൂറോപ്യൻ ക്ലോസറ്റ് അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ എല്ലാം ഈ ഒരു റൂമിലുണ്ട്. അതായത് ഇത് ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള അല്ലെങ്കിൽ ഒരു 6-5 സൈസ് വരെയുള്ള കട്ടിലിടാനുള്ള ഒരു വലുപ്പം ഇതിലുണ്ട്. അതുപോലെ ഒരു മേശ വെക്കാനുള്ള വലുപ്പമുണ്ട്, അലമാര വെക്കാനുള്ള വലുപ്പമുണ്ട്. എല്ലാ സ്ഥലത്തും വേണ്ട സ്ഥലത്തൊക്കെ സ്വിച്ചുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ വീണ്ടും ഹാളിലേക്ക് തന്നെ കിടക്കുമ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോമൺ ബാത്റൂമും, അതായത് അവിടെ ബാത്ത് അറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ ഹാളിൽ ഒരു കോമൺ ബാത്റൂം, അതും യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. വലിയ വിസ്താരമുള്ള ഒരു ബാത്റൂം തന്നെയാണുള്ളത്. ഇനി നമ്മൾ കിടക്കുന്നത് രണ്ടാമത്തെ റൂമിലേക്കാണ്. ആദ്യത്തെ റൂമിന്റെ അതേ വലുപ്പം തന്നെ ഉള്ളതാണ് രണ്ടാമത്തെ റൂം. ഇവിടെ ഫർണിച്ചറുകൾ, പാലമാരയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായി വെളിച്ചം കയറുന്ന ഒരു റൂമാണിത്. കാരണം ആ രീതിയിലാണ് ജനാലകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു കാറ്റും വെളിച്ചവും കയറുന്ന 2 റൂമുകളും അതേപോലെ തന്നെയാണ്. 2 റൂമിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഒരു വീടിന്റെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നതാണ് കിച്ചൺ. ഈ കിച്ചണില് വലിയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സ്ലാബുകളെല്ലാം വാർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ കബോർഡുകളുണ്ട്. ഇതെല്ലാം എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെയാണ്. സ്ലാബുകളും അതുപോലെ തന്നെ ഇവിടെ ഇതിനുള്ള കിച്ചൺ കബോർഡുകൾ മേലെയുണ്ട്. അതുപോലെ തന്നെ ഈ അടിയിലൊക്കെ എന്ത് വേണമെങ്കിലും വെക്കാനുള്ള അത്രയും വിസ്താരമായിട്ടുള്ള ഒരു സ്ലാബാണ് ഇവിടെ വാർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ മനോഹരമായ കിച്ചൺ കബോർഡുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഇതേ രീതിയിൽ തന്നെയാണ്. എല്ലാ വീടും ഓരോ വീടിനും വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല. ഇനി നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു വർക്ക് ഏരിയയിലേക്കാണ്. അതായത് ഇവിടെ വേണമെങ്കിൽ സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് അവിടെ ഒരു സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്ക്, പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7 സെന്റാണ് ഈ സ്ഥലമെങ്കിലും വളരെ വിശാലമായിട്ടാണ്. ആ 7 സെന്റിൽ എങ്ങനെ ഒരു വീടുണ്ടാക്കാം അല്ലെങ്കിൽ ബാക്കി സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് കാണുന്നത്. ഇത് ബാക്ക് സൈഡാണ്. ഇവിടെ വേണമെങ്കിൽ പച്ചക്കറികൾ നടാനോ അല്ലെങ്കിൽ ഇനി ഒരു 10-12 വാഴ വെക്കാനോ ഒക്കെ ഉള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. അതിൽ ഉപരിയായിട്ട് നമ്മൾ പറയേണ്ടത് ഏതാണ്ട് ഒരു 5-6 അടി ഉയരത്തിലുള്ള ചുറ്റുമതിൽ എല്ലാ വീടുകളിലും കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് അടുത്തടുത്ത് ആണ് വീടെങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യില്ല. കുറച്ച് ദൂരത്തുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചുറ്റുമതിലൊക്കെ വന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ഇതിലില്ല.
അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ മനോഹരമായ ഒരു ഗേറ്റ് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് മുമ്പിൽ. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ കാണാം ഒരു സ്റ്റെയർ കേസ്. ഇത് ഒരു സാധാ ഒരു സ്റ്റെയർ കേസ് ആണ്. ഇത് വേണമെങ്കിൽ എടുത്തു മാറ്റാവുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഇനി ഒരു ഭാവിയിൽ ഇവർക്ക് ആർക്കെങ്കിലും റൂമുകൾ 2 ബെഡ്റൂമാണ് ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി ഇവർക്ക് വേറെ റൂമുകൾ ഉണ്ടാക്കണമെങ്കിൽ 2 or 3 റൂം ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം ഇതിന്റെ മുകളിലുണ്ട്. അതിന്റെ ആ കണക്കിലാണ് ഇതിന്റെ അടിത്തറ അല്ലെങ്കിൽ അടിത്തറ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത്രയും ഉറപ്പിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇനി വേണമെങ്കിൽ 2 or 3 റൂമുകൾ മുകളിൽ സജ്ജീകരിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെയുണ്ട്. എന്തായാലും ഇത്രയും സൗകര്യത്തോടെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ വീടുകൾ കാണാൻ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ആളുകളുണ്ട്, നമുക്ക് അവരുമായി സംസാരിക്കാം. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്ന്. ഇപ്പൊ ഈ വീട് കാണുന്നതിന് വേണ്ടിയാണോ വന്നത്? എങ്ങനെ ഈ ഒരു ഉരുൾപൊട്ടൽ വന്നപ്പോ നമുക്കൊക്കെ വലിയ വിഷമമായിരുന്നു അല്ലെ? ഈ വീട് കണ്ടപ്പോ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. എങ്ങനെയുണ്ട് വീടിന്റെ ഒരു സൗകര്യം? വളരെയധികം അഭിമാനവും അതിലേറെ സന്തോഷവുമാണ് എനിക്കിവിടെ തോന്നുന്നത്. കാരണം നമുക്ക് ഈ ഇത്രയും ദുരിതത്തിൽപ്പെട്ടുപോയ ഒരു ജനവിഭാഗത്തെ ഇവര് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇത്രയും നല്ലൊരു സൗകര്യത്തിലായി കൊണ്ടുവന്നില്ലേ നമുക്ക് അഭിമാനം തോന്നുന്നു. ഇങ്ങനെയുള്ള ഈ ഇതില് നമുക്ക് എന്താണ് പറയാ, വാക്കുകളില്ല എനിക്ക്. തീർച്ചയായും കുറെ അമ്മമാര് നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് വീടുകളൊക്കെ? സന്തോഷം തോന്നുന്നു. സന്തോഷം, സങ്കടത്തിനോട് കൂടെ സന്തോഷം. അവർക്ക് നല്ല ഒരു സൗകര്യത്തിന് നല്ല സന്തോഷത്തിൽ ഇനി ജീവിക്കാലോ എന്നുള്ള സമാധാനത്തോട് ജീവിക്കാലോ എന്ന് വിചാരിച്ചു. നമ്മൾ ഈ വീട് കാണാനായിട്ട് വന്നത് കോഴിക്കോട്. തീർച്ചയായും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വീട് കാണുന്നതിനായി തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും നാളെ ഈ വീട് ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ വലിയ നഷ്ടങ്ങളിൽ നിന്നും ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു വീട്ടിലേക്ക് അവർ വന്നിരിക്കുകയാണ്. ഈ വീട്ടിൽ അവർക്ക് ഒരുപാട് സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.